നമ്മൾ ഈ സാംസ്കാരിക നായികമാരെന്നൊക്കെ പറയുമല്ലോ, ശരിക്കും ഇവരുടെ ജോലി എന്താണ്? നമ്മൾ നിലമ്പൂർ കണ്ടതാണ്. ഇവർ എഴുത്തുകാരല്ലേ, അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്നവരല്ലേ? ഇവരൊക്കെ ചെയ്യേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങളില്ലേ? ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ, ഒരു പാർട്ടി അധികാരത്തിലേക്ക് വരുമ്പോൾ അവരുടെ അടിമകളായിട്ട് അല്ലെങ്കിൽ അവരുടെ പാദസേവകരായിട്ട് മാറുകയാണോ ഇവരുടെ ജോലി? ഇതിൻ്റെ സുഖം അവർക്ക് പ്രത്യേകമാണ് കേട്ടോ, പാദസേവകരായിട്ടിരിക്കുക. അതായത് അതിൻ്റെ നേട്ടം അവർക്കുണ്ട്. ഈ പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം എഴുത്തുകാരൊന്നടങ്കം സാംസ്കാരിക നായ്ക്കളെന്നാണ് എനിക്ക് എപ്പോഴും വായിക്കൽ വരുന്നത്. നായകർ എന്നുള്ളതിനാണ് നായകളെന്നായി പോകുന്നത്. എനിക്ക് അതിന് തുല്യമാണ്. അവർക്കിതിനേക്കാൾ ഒരു അന്തസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നായ്ക്കൾക്ക്, തെരുവ് നായ്ക്കൾക്ക് പോലും അതുപോലും ഇല്ലാത്തവരാണ് ഇവിടുത്തെ എഴുത്തുകാർ. ഇവരുടെ വിചാരം ഇവരാണ് ഈ ലോകം താങ്ങുന്നതെന്നാണ്. ഒരു മണ്ണാങ്കട്ടയല്ല. ഇവരാര്? ലോകപ്രശസ്തരായ എഴുത്തുകാരും ഫിലിം മേക്കർമാരും ഒക്കെ ഉണ്ടല്ലോ. അവരെയൊക്കെ ഈ ഏതെങ്കിലും ഒരു ഭരണാധികാരിയെ താങ്ങി നിർത്തിയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇറാനിലെ ജാഫർ ഫനാവി എന്ന് പറയുന്ന സംവിധായകനെ അവിടെ സിനിമ എടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം 15 വർഷം വീട്ടുതടങ്കലിലായിരുന്നു. അതും കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹം ഇറങ്ങി സിനിമ എടുത്തു. കാൻ ഫെസ്റ്റിവലിൽ ആ സിനിമ പോവുകയും ചെയ്തു. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്. അല്ല ഒരുത്തരുടെ അടുക്കൽ മുട്ടുമടക്കി നിൽക്കുന്നവരൊന്നും അല്ല മറ്റുള്ള ഇടങ്ങളിലെ എഴുത്തുകാരും ഒന്നുമുണ്ട്. ഇവിടെ ഇത് വളരെ കൂടുതലാണ്. ഇവരുടെ ജോലി എന്ന് പറയുന്നത് സ്തുതിപാഠകന്മാരാണ്. നട്ടല് നിവർത്തി നിൽക്കാൻ ഇവർക്ക് യോഗ്യതയില്ല. ഒരു കവിയുണ്ടല്ലോ, മനുഷ്യനാകണം എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ആ പാർട്ടി എന്താണ് കാണിക്കുന്നത്? മനുഷ്യനാണോ? ഇത് കൂട്ടത്തോട് ഇവിടുത്തെ എഴുത്തുകാരെല്ലാം കൂടെ നിലമ്പൂരി കെട്ടിക്കേറിയല്ലോ. ഇവരുടെ പോക്ക് കണ്ടപ്പോൾ വിചാരിച്ചു ഒരു എഴുത്തുകാരനോടുള്ള സ്വരാജ് വലിയ എഴുത്തുകാരനാണ്, പിന്തുണ കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ അതിനേക്കാളും അല്ലേ ഷൗക്കത്ത്, നല്ല നല്ല ജീവിത പാഠവും വിലാപം, ദൈവനാമത്തിൽ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പണ്ട് മാധവിക്കുട്ടി മത്സരിച്ചിട്ടുണ്ടല്ലോ. അന്ന് ഈ എഴുത്തുകാരൊക്കെ എവിടെ പോയി? അന്ന് ഒരു എഴുത്തുകാരെയും കണ്ടില്ലല്ലോ. ONV കുറുപ്പ് മത്സരിച്ചു. ONV കുറുപ്പ് മത്സരിച്ചപ്പോൾ വലതുപക്ഷത്തുള്ള കോൺഗ്രസിനകത്തുള്ള എഴുത്തുകാരൊക്കെ എന്താണ് പറഞ്ഞത്? കവിക്ക് പാർലമെന്റിൽ എന്തേ കാര്യം എന്നൊക്കെയാണല്ലോ ചോദിച്ചത്. അപ്പം ഇവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇങ്ങനെ ഈ പാദസേവ നടത്തി സർക്കാരിൻ്റെ വിവിധ സ്ഥാനമാനങ്ങളുണ്ട്, അതിൽ കയറി പറ്റുക എന്നുള്ളതാണ്. നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ഫോക്ലോർ അക്കാദമി, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ, മലയാളം മിഷൻ, ഇങ്ങനെ കിടക്കുകയാണ്. സാക്ഷരതാ മിഷൻ. ഇതിൻ്റെയൊക്കെ ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റുകളിലേക്ക് ഡയറക്ടറായി കഴിഞ്ഞാൽ വണ്ടിയും വള്ളവും ഒക്കെ ആയിട്ട് അങ്ങ് കൊടുക്കുകയാണ്, വലിയ ശമ്പളത്തോടു കൂടി. പിന്നെ പെൻഷനും എല്ലാം ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇതിനു വേണ്ടിയുള്ള ഒരു മത്സരമാണ്. ഇനിയിപ്പോൾ നോക്കിക്കോ, 2026 UDF ആണ് അധികാരത്തിൽ വരുന്നത് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ ഉടൻ അങ്ങോട്ടേക്ക് അങ്ങ് മാറും, ചായാൻ തുടങ്ങും. ഇവരുടെ ഈ നട്ടലെന്ന് പറയുന്നത് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയതാണ്. അത് അങ്ങോട്ടങ്ങ് ചായും. ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഈ എഴുത്തുകാരൊക്കെ ഇവിടുത്തെ സാമൂഹ്യ വിഷയങ്ങളിൽ എത്ര എണ്ണത്തിന് പ്രതികരിച്ചിട്ടുണ്ട്? ഇവിടെ സെക്രട്ടേറിയറ്റ് നടയിൽ 130 ദിവസം പിന്നിട്ടല്ലോ ആശാവർക്കർമാർ മഴയും വെയിലും കൊണ്ട് കിടക്കുന്നു. അതിന് എതിരായിട്ട്, സമരത്തിനെതിരല്ല, അവർക്ക് അനുകൂലമായിട്ട് സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും പറയാൻ, ഇവർക്ക് വേണ്ടി പറയാൻ അവരുടെ ആ സെക്രട്ടേറിയറ്റിൻ്റെ ആ സമരപ്പന്തലിൻ്റെ അടുക്കൽ വരെ ഈ എഴുത്തുകാർ പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അത്തരത്തിൽ ഈ എഴുത്തുകാരെന്നൊക്കെ പറയുന്നത് വെറും നന്ദി കെട്ട വർഗമാണെന്നേ. തൻ കാര്യം നേടുന്നതിന് വേണ്ടി പാദസേവ ചെയ്ത് പിണറായിയുടെ കാല് കഴുകി അത് വെള്ളം കുടിക്കും വേണമെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെ ചെയ്യും. കാരണം വെച്ചാൽ സ്ഥാനമാനത്തിന് വേണ്ടി മാത്രം നടക്കുന്നവരാണ്. ഈ സർവീസിലിരുന്ന് റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴേ പിന്നെ ഈ എഴുത്തിൻ്റെ ഒരു പരിവേഷമൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇടങ്ങളിൽ അതിൻ്റെ ഉയരങ്ങളിൽ ചെയർമാനാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആവശ്യം. അതിനുവേണ്ടി അവരെന്തും ചെയ്യുമെന്നുള്ളതാണ്.
UDF വരുമെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ടേക്ക് ചായാൻ തുടങ്ങും. അതൊക്കെ അവരുടെ പക്ഷം പിടിച്ചുകൊണ്ടുള്ള സ്തുതിപാഠ ആരംഭിക്കും. അതുപോലെ തന്നെ നോക്ക്, ഇവിടെ പറയുന്നുണ്ട്, ഈ ജോയ് മാത്യു എഴുതിയ ഒരു ലേഖനമുണ്ട് ഇന്ന് മാതൃഭൂമിയിൽ. ജോയ് മാത്യു ഒരു നടനാണ്, അല്ലേ, എഴുത്തുകാരനും കൂടാണ്. അല്പം സ്വല്പമൊക്കെ നന്നായിട്ട് വായിക്കുകയും തലയ്ക്കകത്ത് ആൾതാമസവും ഉണ്ട്. ഈ ജോയ് മാത്യു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ സിദ്ധാർത്ഥൻ എന്ന വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയെ റാഗിംഗ് നടത്തി തൂക്കിലേറ്റിയ കിരാതത്വത്തെ അപലപിക്കാത്ത, അതുപോലെ തന്നെ തങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി മാസങ്ങളായി കുടിൽ കെട്ടി സമരം നടത്തുന്ന ആദിവാസികളോടും ചെറിയൊരു വേതന വർധനവിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശാ വർക്കർമാരോടും ഐക്യപ്പെടുന്നത് പോട്ടെ, അനുതാപപരമായ ഒരു സമീപനം പോലും കൈക്കൊണ്ടില്ല എന്നാണ് ജോയ് മാത്യു പറഞ്ഞിരിക്കുന്നത്. ഈ ജോയ് മാത്യു ശക്തമായി പ്രതികരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ എഴുത്തുകാരിൽ നിന്നും ഈ സാംസ്കാരിക നായകന്മാരിൽ നിന്നും ഒക്കെ വേറിട്ട് നിൽക്കുകയാണ് ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുമ്പോൾ എന്താണെന്നറിയാമോ, ഈ ഭരണത്തിൽ വരുമ്പോൾ സാഹിത്യ അക്കാദമിയിലോ സംഗീത നാടക അക്കാദമിയിലോ ഒക്കെ അവർക്ക് സ്ഥാനമാനം കിട്ടുമ്പോൾ ഇവരുടെ ഒന്നും പുസ്തകങ്ങളെയോ ഒന്നും അടുപ്പിക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ഏർപ്പാടുകൾ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ഈ സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെല്ലാം പോസ്റ്റുകളിൽ ഇവരെല്ലാം ഇരുത്താമോ അതിലെല്ലാം ഇരുത്തുമെന്നുള്ളതാണ്. യോഗ്യതയില്ലാത്ത എത്രയോ പേര് ഇരിക്കുന്നുണ്ടെന്നറിയാമോ. യൂണിവേഴ്സിറ്റി കോളേജിൽ പിണറായി വിജയൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പ്രോഗ്രാമിന് അന്ന് PS ശ്രീകല അവിടെ വാനോളം വറ്റി നമ്മുടെ പിണറായി വിജയനെ സ്വാഗത പ്രസംഗത്തിൽ. പിണറായിക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയത് വലിച്ചു നീട്ടിക്കൊണ്ടു പോയതിൽ 45 മിനിറ്റ് സ്വാഗത പ്രസംഗം. പിന്നീട് ഇവർക്ക് സാക്ഷരതാ മിഷൻ്റെ ചെയർപേഴ്സണായി, ഡയറക്ടറായി എന്നുള്ളതാണ്. അതാണ് നേട്ടങ്ങൾ ഇവർ ഉണ്ടാക്കിയെടുത്തിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഈ എഴുത്തുകാർക്ക് ഈ AKG സെൻറ്ററിൽ നിന്ന് പറയും എന്ത് കാര്യത്തിൽ പ്രതികരിക്കണം. അപ്പോൾ ഇവർ പ്രതികരിക്കാൻ തുടങ്ങി. ഈ നായ്ക്കൾ വാലാട്ടി നിൽക്കത്തില്ലേ, നമ്മളെന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ എല്ലിൻ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ, അതുപോലെ എല്ലിൻ കഷ്ണം കാണിച്ച് AKG സെൻറ്ററിലേക്ക് ഈ നായ്ക്കളെയൊക്കെ വിളിക്കും. ഞാനിങ്ങനെ പറയുമ്പോൾ ഈ തരംതാണ വർത്തമാനം എന്തിനാണെന്ന് ചോദിക്കും. തരംതാണതല്ല, അവർക്ക് ഉചിതമായിട്ടുള്ളത് അതേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ സാംസ്കാരിക ഇവരെ നായ്ക്കളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ നായ്ക്കൾ കൊണ്ട് കേസ് കൊടുക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അതിനെ അപമാനിക്കുന്നവരാണ് ഈ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നത്. ഒരു വലിയ സാംസ്കാരിക നായകൻ്റെ ഈ ആളാണ് MA ബേബി. അദ്ദേഹം വലിയ തിരുവനന്തപുരത്തൊക്കെ വലിയ സാംസ്കാരിക നായകനാണ്. താനാണ് സാംസ്കാരിക കാര്യങ്ങളെല്ലാം ഹോൾസെയിലായിട്ട് വിതരണം ചെയ്യുന്ന ആളെന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. സഞ്ചിയിൽ മുഴുവൻ സാംസ്കാരികമാണ്. അങ്ങനെ കുറേ ഇവിടുത്തെ ആൾക്കാരെ വഴിതെറ്റിക്കുന്ന കുറേ സാംസ്കാരിക ജീവികളുണ്ട്. അപ്പം ഇവരൊക്കെ നിലമ്പൂരിൽ പോയത് AKG സെൻറ്ററിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം തന്നെയാണ്. ഇനിയിപ്പോൾ നോക്കിക്കോ, അടുത്ത തെരഞ്ഞെടുപ്പിലും ഇതുപോലെ ഇവരെയൊക്കെ അങ്ങോട്ട് അണിനിരക്കും. ഈ എത്രയോ എഴുത്തുകാർ നമുക്കുണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ടുള്ള SK പൊറ്റക്കാടും സുകുമാർ അഴീക്കോടും അങ്ങനെ എത്ര പേര്. SK പൊറ്റക്കാടും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. ഒരിക്കൽ അഴീക്കോട് മാഷിന് മത്സരിക്കാൻ വിളിച്ചു. കോൺഗ്രസ്സുകാരാണെന്ന് തോന്നുന്നു, സീറ്റിൽ മത്സരിക്കണമെന്ന് പറഞ്ഞു. മാഷിന് എല്ലാ സ്വാതന്ത്ര്യവും ഞങ്ങൾ തരുന്നെന്ന് പറഞ്ഞു. അഴീക്കോട് മാഷ് പറഞ്ഞത്, നിങ്ങൾ തരുന്ന സ്വാതന്ത്ര്യത്തിന് അപ്പുറമുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര സ്വാതന്ത്ര്യം തരുമെന്ന് പറഞ്ഞു, അതിനപ്പുറമുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞത്. അഴീക്കോട് മാഷ് പിന്നീട് പറയുകയും ചെയ്തു, എനിക്കൊരു കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ കോൺഗ്രസ് എന്നേക്കാൾ മുമ്പേ മരിച്ചു എന്നും പറയാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ മത്സരിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അവർക്കൊക്കെ അതിനകത്തൊരു കാമ്പുണ്ടായിരുന്നു. ഇന്നത്തെ എഴുത്തുകാർക്ക് എന്ത്? സീറ്റിന് വേണ്ടി ഈ സാംസ്കാരിക നായകരിങ്ങനെ സ്തുതി പാടിക്കൊണ്ട് നടക്കും. അതാണ് നമ്മളിപ്പം കണ്ടിരിക്കുന്നത്.